ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടത്തിന്ന് ഇവിടെ മാറിയിരിക്കുന്നേ? ഒന്നുമില്ല ഉർവശി. അമ്മ അത് പറയണ്ട. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിലൊന്നും അമ്മ സന്തോഷിക്കുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതെങ്ങനെയാ കൽപ്പനെ സന്തോഷിക്കുന്നേ? അവര് ആറ്റുവാശ്ശേരി കുടുംബക്കാര് നമ്മളോട് ചെയ്യുന്നതിന് വല്ല നീതിയുണ്ടോ? ദേ ഇപ്പൊ ദേവനാരായണൻ തിരുമേനി വന്ന് മാപ്പും പറഞ്ഞു. അതുകൊണ്ട് എന്താ കാര്യം? ചേച്ചിയെ വിവാഹം കഴിച്ചിട്ട് അനിയത്തിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് ചെറിയ കാര്യമാണോ? അതിലും വലിയ ചതി ഈ ലോകത്ത് വേറെ എന്താ ഉള്ളത്? അതെ, ഈ കാര്യങ്ങളൊന്നും നമ്മൾ ഇനി സംസാരിക്കണ്ട. അമ്മേ, സംസാരിക്കാതിരുന്നിട്ട് എന്ത് കാര്യ? അങ്ങനെ ഒരു ചതി ചെയ്ത കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇവിടെ വന്ന് നിന്നിട്ട് അവൾ എങ്ങനെയാ പെരുമാറിയെന്ന് നമുക്കറിയാലോ. ഇനി വരാൻ പോകുന്നവൾക്ക് അവളിൽ നിന്ന് എന്ത് വ്യത്യാസം ഉണ്ടാവാൻ പോകുന്നേ? ഏട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഒരിക്കലും ഇങ്ങനൊരു കാര്യം സമ്മതിക്കില്ലായിരുന്നു. ഇതെന്താ, ലോകത്ത് വരണ്ട വേറെ പെണ്ണിനെ കിട്ടില്ലേ? ഒരു തവണ വിവാഹം കഴിച്ചെന്ന് കരുതി വരണെന്താ മോശമാണോ? ഏട്ടത്തി ഒരു വാക്ക് പറഞ്ഞാ മതി, ഈ നാട്ടിലെ സമ്പന്നമായ കുടുംബത്തിന്ന് വരുണാലോചന ഞങ്ങൾ കൊണ്ടുവരും. അമ്മേ, വരുൺ ആവേശം കാണിക്കുന്നുണ്ട്, അത് സത്യം. പക്ഷേ അത് താൽക്കാലികമല്ലേ? കുറച്ചു നാള് കഴിയുമ്പോ വരുൺ ചിന്തിക്കാൻ തുടങ്ങില്ലേ, എന്തിനാ ഇത്രയും ദാരിദ്ര്യവാസികളായവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചതെന്ന്? നമുക്കിനി അവരുമായി ഒരു ബന്ധവും വേണ്ടമ്മേ. എല്ലാം അവസാനിപ്പിച്ചേക്ക്. അദ്ദേഹം എടുക്കുന്ന ഒരു തീരുമാനവും എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഏട്ടത്തി തള്ളിക്കളയണം. സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചേ പറ്റൂ. എന്തൊക്കെ പ്രശ്നങ്ങളാ ആ കുടുംബം കാരണം കണിമംഗലത്തുണ്ടായത്? നമ്മൾ ഈ വീട്ടില് ഒതുങ്ങി കഴിയുന്നുണ്ടല്ലേ? കണിമംഗലത്തെ കുറിച്ച് നാട്ടുകാർ എന്തൊക്കെ പറയുന്നു വല്ല നിശ്ചയമുണ്ടോ ഏട്ടത്തിക്ക്? കൊലപാതകത്തിന്റെ കാര്യവും അനിയത്തിയെ കെട്ടി ചേച്ചിയെ സ്നേഹിക്കുന്ന കാര്യമൊക്കെ നാട്ടുകാര് പറയുമ്പോ തൊലി ഉരിഞ്ഞു പോവാ. അമ്മേ, അമ്മയുടെ മുമ്പിൽ ഇപ്പൊ നല്ലൊരു സമയമുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെയും രാധികയുടെയും വരുണിന്റെ വിവാഹകാര്യം സംസാരിക്കാൻ നമ്മൾ ആറ്റുവാശ്ശേരിയിൽ പോകുന്നൊരു ദിവസം. അവിടെ വെച്ച് അമ്മ എല്ലാരോടുമായി പറയണം, ഈ വിവാഹം അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. ആറ്റുവാശ്ശേരിക്കാരുമായി ഒരു ബന്ധം അമ്മ ആഗ്രഹിക്കുന്നില്ലെന്ന്. കല്യാണ ദിവസം ചെയ്തൊരു ചതിയിലൂടെ ഇത്രയും ദിവസം അവര് കണിമംഗലത്തുകാരെ അപമാനിച്ചില്ലേ? തിരിച്ച് അവരും ആ നാണക്കേട് എന്താണെന്ന് അനുഭവിക്കണം. നിങ്ങൾക്ക് പറയാൻ എളുപ്പോ? അത്രയും ദൂരം ചെന്ന് ആറ്റുവാശ്ശേരിയിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? ഏട്ടത്തിക്ക് എന്താ ഒരു കാര്യം പറഞ്ഞാ മനസ്സിലാവാത്തത്? അവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നത് നമ്മുടെ കാര്യമല്ലല്ലോ. നമുക്ക് വരുണ്ട ജീവിതമല്ലേ വലുത്. ഒന്നോ രണ്ടോ വർഷം സന്തോഷത്തോടെ ജീവിച്ചാ മതിയോ? പോരല്ലോ. അവരുടെ ജീവിതം എന്നും സേഫ് ആയിരിക്കണ്ടേ? അത് വേണ്ടേ ഏട്ടത്തി? അമ്മേ, അമ്മയുടെ മനസ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അമ്മ അത് തുറന്നു പറയില്ലേ? നോക്കട്ടെ.